വി.ഡി. സതീശനും കോൺഗ്രസും രണ്ട് ദിശകളിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം വി.ഡി. സതീശൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി ചില മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കും എന്ന് പറയുമ്പോൾ അതേ സാഹചര്യത്തിൽ കോൺഗ്രസ് വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുഖമറിയുന്ന ജനങ്ങൾക്ക് അറിയുന്ന കുറെ നേതാക്കന്മാരെ വീണ്ടും മത്സരിപ്പിക്കാൻ ഒരുങ്ങുക. അതിനു വേണ്ടിയിട്ട് 70-80 വയസ്സുള്ള നേതാക്കന്മാരൊക്കെ ആർജവത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങി വരുന്നതും ഈ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ എന്ന നേതാവിന് ലഭിക്കാൻ പോകുന്ന വലിയൊരു തിരിച്ചടിയല്ലേ? അത് ഈ പറഞ്ഞ വീഡിയോയിലെ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. വിജയിക്കുന്ന ഒരു ഘട്ടം വന്നാൽ മുഖ്യമന്ത്രി കസേര ത്യാഗം ചെയ്യാൻ തയ്യാറാണോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ത്യാഗികളില്ലല്ലോ, പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാണെന്നാണ് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനൊരു നിലപാടുണ്ടെങ്കിൽ ആദ്യം നിലപാട് അറിയിക്കുന്ന വ്യക്തി വി.ഡി. സതീശനായിരിക്കും. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിക്കോട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമായിക്കോട്ടെ, എല്ലാ ഘട്ടങ്ങളിലും അതെ ഈ ആത്മവിശ്വാസം കാണിച്ചൊരു സമയത്തെല്ലാം അദ്ദേഹം ആദ്യമേ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൽ മറ്റേതൊരു നേതാവിനെ എടുത്തു നോക്കിയാലും അതിനു മുൻപ് തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം പല കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ പ്രതീക്ഷിക്കുന്നത് മുൻപ് തന്നെ ഈ വിജയം ഉണ്ടാകുമെന്ന് പ്രവചിച്ച ആളാണ് അദ്ദേഹം. കാരണം അത് മുൻപിൽ കണ്ടിരുന്നു ഇത്തരം ഒരു വിജയം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുകൾ നേടി വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്നത് ത്യാഗം ചെയ്തു കൊടുക്കുമെന്ന്. അല്ല, പുതുവത്സരവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പുതുവത്സര ദിനത്തിൽ ആദ്യമായി അദ്ദേഹം നൽകിയ ഇന്റർവ്യൂവിൽ ഇത്തരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കോൺഗ്രസും വി.ഡി. സതീശനും തമ്മിലുള്ള ഒരു രണ്ട് ദിശകളിലേക്ക് പോകാൻ എന്ന് പറയാൻ കാരണം, പെരിന്തച്ചൻ കോംപ്ലക്സ് കോൺഗ്രസിൽ പാടില്ല എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് പല നേതാക്കന്മാരും പല രാഷ്ട്രീയ പ്രവർത്തകരും കടൽ കിഴവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതേ വാക്കിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാരെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതൊരു സംശയമായി തന്നെ നിൽക്കുകയല്ലേ? ഞാൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു. ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 2011 ഞാനൊരു ത്യാഗം ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ 2011 അദ്ദേഹം ഇതുപോലെ ഒരു ത്യാഗം ചെയ്തിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം മാറ്റിവെക്കുന്നത്. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇവരെല്ലാവരും എടുത്തൊരു തീരുമാനമായിരുന്നു പുതുമുഖങ്ങൾ വരണം, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം, യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം. ആ നിലപാടിൽ നിന്നവരാരും പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ MLA നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാകണമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ ഇടയിൽ യോഗ്യരായ പല വ്യക്തികളുമുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുള്ള അത്രയും പേർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ കേന്ദ്രം ആരെ നിർദ്ദേശിക്കുന്നു, അത് ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഒരു യുവാവായിക്കോട്ടെ, ഒരു പുതുമുഖമായിക്കോട്ടെ, അവർക്ക് മാറി നിന്ന് കൊടുക്കാനുള്ള മനസാന്നിധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആർക്കാണ് പ്രശ്നം? ഈ ചോദിക്കുന്നവർക്കും മറ്റ് പാർട്ടികളിൽ നിൽക്കുന്ന ആൾക്കാർക്കുമാണ് പ്രശ്നം. ആര് കസേരയിൽ ഇരിക്കും, മുതിർന്നവർ ഇരിക്കുമോ, പുതിയവർക്ക് വഴി കൊടുക്കുമോ? പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു കൃത്യമായ ധാരണയുണ്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച്. ഇപ്പോ വി.ഡി. സതീശനെതിരെ വരുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ യുവാക്കളെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അത്തരത്തിൽ ഒരുപാട് അബിൻ വർക്കിയെ പോലെയുള്ള ഒരുപാട് യുവാക്കന്മാരെ മുന്നോട്ട് ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയായിരുന്നു വി.ഡി. സതീശൻ. പണ്ട് ചില ട്രോളുകളിലും പല CPM നേതാക്കളും പ്രസംഗങ്ങളിൽ പറഞ്ഞു വെച്ചിരുന്നു വി.ഡി. സതീശന്റെ മുടി ഇന്നും കറുത്തിട്ടാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദം ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ യുവാക്കളെ മുന്നോട്ട് നയിച്ചു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ, അദ്ദേഹം എന്തൊരു നിലപാടെടുത്താലും യുവാക്കളെ അനുനയിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായി മാത്രമേ നിന്നിട്ടുള്ളൂ എന്നുള്ളത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും PV അൻവറിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ കോൺഗ്രസിന് ഒരിക്കലും പിന്നേക്ക് നയിച്ചിട്ടില്ല. ഇതിനപ്പുറത്തേക്ക് ഒരു പടി പോലും മുകളിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ കൃത്യമായി അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു PV അൻവറിന് കോൺഗ്രസിലേക്ക് വരുമോ, അല്ലെങ്കിൽ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളത്. അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം കരുനീക്കി PV അൻവറിനെ അദ്ദേഹം അസോസിയേറ്റ് അംഗമായി എടുത്തു. CK ജാനു ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിൽ കോൺഗ്രസിനോട് ചേരുന്നു അല്ലെങ്കിൽ UDF-നോട് ചേരുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർത്തിരുന്ന വി.ഡി. സതീശൻ അതിനെയും അംഗീകരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അതായത് ആ സമയത്ത്
പോലും കോൺഗ്രസിന്റെ തീരുമാനം CK ജാനുവിനെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മുന്നണിയിലേക്ക് എടുക്കാനാണ് എന്നുള്ള സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞ നിലപാടിന് മുകളിൽ മറ്റൊന്ന് വെക്കാൻ സാധിച്ചിരുന്നില്ല. കൃത്യമായി എന്ത് ചെയ്യണം, എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ VD സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇതുവരെ കറക്റ്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് അടുക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന തീരുമാനങ്ങൾ മാത്രം ഒരു മുഖ്യമന്ത്രി ക്ലെയിം വെക്കാൻ സാധിക്കുമെന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇതുവരെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരാൾ മാത്രമേ ആകൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം പറയുന്ന തീരുമാനങ്ങൾ മാത്രം കോൺഗ്രസിൽ നടക്കുമോ എന്നുള്ളത് സംശയമല്ലേ? VD സതീശൻ എടുത്ത കൃത്യമായ തീരുമാനങ്ങൾ ഹർഷ ആദ്യം സൂചിപ്പിച്ച PV അൻവർ വിഷയം, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം. PV അൻവർ UDF-ലേക്ക് വരാൻ കാത്തു നിന്നപ്പോൾ അങ്ങോട്ടേക്ക് മുഖം കൊടുക്കാത്തൊരു VD സതീശനെ കണ്ടു. അന്ന് നേതൃത്വത്തിൽ നിന്ന് പല വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹം ചെവി കൊണ്ടിരുന്നില്ല. അദ്ദേഹം കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നു. പക്ഷെ അത് നല്ലതായി ഭവിക്കുന്നു. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത്രയും ഡിമാൻഡുകൾ ഇല്ലാതെ തന്നെ PV അൻവറിനെ വലിച്ചെടുപ്പിക്കാൻ VD സതീശനായിട്ടുണ്ടെങ്കിൽ അത് അന്ന് എടുത്ത ആ തീരുമാനമായിരുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആദ്യം തന്നെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്തു നിർത്തിയത് കോൺഗ്രസിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഉള്ളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായി. എന്തിനത് ചെയ്തു? സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കുന്ന സാഹചര്യം ഉണ്ടായി. VD സതീശനെതിരെ സംസാരിക്കുന്നവരുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനു തഴഞ്ഞു എന്ന് ചോദിക്കുന്നവരുണ്ടായി. പക്ഷേ അതും തിരഞ്ഞെടുപ്പിൽ നല്ലൊരു കാര്യമായി വന്നു. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്ന് ചോദിക്കാൻ കോൺഗ്രസിന് സ്ഥാനം കൊടുത്തത് അന്ന് VD സതീശൻ എടുത്ത ആ തീരുമാനമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ നിൽക്കുമ്പോൾ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത ഒരു ചരിത്രം അദ്ദേഹത്തിന് ഇങ്ങനെ ചരിത്രത്തിന്റെ പട്ടികയിൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് കോൺഗ്രസിലും രാഷ്ട്രീയത്തിലും ഒരു സ്ഥാനം ഉണ്ടാകും അദ്ദേഹം പറയുന്ന വാക്കിന്. അതുകൊണ്ടാണ് പുള്ളി ഈ രാഷ്ട്രീയ പക്വതയോടെ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. എനിക്ക് ശാഠ്യങ്ങളില്ല. ഇപ്പോൾ ഞാൻ ഞാൻ മുഖ്യമന്ത്രിയാകണം, ഞാൻ പറയുന്ന ആൾ മുഖ്യമന്ത്രിയാകണം എന്നൊരു ശാഠ്യം അദ്ദേഹം എടുക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ രണ്ടാം നിര വളരെ ശക്തമായിരുന്നു. അതെല്ലാം തകർത്ത് താഴെയിടുന്ന ഒരു പരിപാടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം, പരാതി, അതിനെതിരെയുള്ള നടപടിയെല്ലാം. പക്ഷെ അദ്ദേഹം എടുത്ത ഒരു ബോൾഡ് സ്റ്റെപ്പിലൂടെ രണ്ടാം നിര കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് പക്വതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ വാക്കിന് വിലയുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പല മാധ്യമങ്ങളും പറയുന്നത് പോലെ അരഡസനോളം നേതാക്കന്മാർ ഇന്നും മുഖ്യമന്ത്രിക്ക് പായം തയ്പ്പിച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തേച്ച് മിനുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ത്യാഗിയാണ്. എല്ലാ നേതാക്കന്മാരും ത്യാഗികളാകണമെന്നില്ല, പക്ഷേ ഞാൻ ത്യാഗിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം ഇത്തരത്തിലൊരു സമയത്ത് പറഞ്ഞിരുന്നു VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ നീക്കങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നതിന് കൃത്യമായൊരു മറുപടി അദ്ദേഹം, സൂക്ഷ്മമായ മറുപടി അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു. ലഭിച്ചാൽ സ്വീകരിക്കും, ലഭിച്ചില്ലെങ്കിൽ അതിൽ വിരോധമില്ല, പരാതിയില്ല എന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അതെ, കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കൂ. ഇത്രയും യോഗ്യരായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഇത്രയധികം പേരുണ്ട്. എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പുറത്തെ സ്ഥാനത്ത് എടുത്തു നോക്കൂ. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച പല വ്യക്തികളും അവിടെ മാറി നിൽക്കുമ്പോഴാണ് രണ്ടാം പ്രാവശ്യവും പിണറായി മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്നത്. എത്ര പേരുടെ ആഗ്രഹങ്ങൾ കണ്ടിച്ചുകൊണ്ടായിരിക്കാം, എത്ര പേരുടെ ആഗ്രഹങ്ങൾ മാനിക്കാതെ ആയിരിക്കാം എന്ന് ചിന്തിക്കുന്നില്ല. മന്ത്രി പദവി പോലും എടുത്ത് മാറ്റിക്കൊണ്ട് പലരെയും തന്നെ തുടർന്നുകൊണ്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു. അതെ, സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ, അത്രയും അർഹതയുള്ള ആൾക്കാരുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഇവിടെ കൂടുതൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവർ എന്ന് പറയുന്നത് കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഒരു നേട്ടമാണ്, ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്.